كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. സൂറത്തുൽ ബഖറയിലെ 213 വചനമാകുന്നു അത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമൂഹം തീർച്ചയായും ഒറ്റ സമൂഹമായിരുന്നു. പിന്നീട് അവർക്കിടയിൽ ഭിന്നതയും വിഭാഗീയതകളും ഉണ്ടായി. അപ്പൊ അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചു. എന്തിനാ നിയോഗിച്ചത്? മുബശ്ശിരീന വമുൻദിരീൻ, അവർ സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, താക്കീത് നൽകുന്നവരാണ്. എന്താണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? അല്ലാഹു നൽകിയിട്ടുള്ള ഹിദായത്തിന് ആരെങ്കിലും മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മരണാനന്തരം വരാനുള്ള സമാധാന ജീവിതത്തെ സംബന്ധിച്ചാണ് അംബിയാ മുർസലീങ്ങൾ മനുഷ്യ സമൂഹത്തെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. വമുൻദിരീൻ, അവർ താക്കീത് നൽകുന്നവരുമായിരുന്നു. എന്തിനെ കുറിച്ചാണ് താക്കീത് നൽകിയത്? മരണാനന്തരം വരാനുള്ള ജീവിതത്തിൽ സമാധാനമല്ല, നരകവും ശിക്ഷയും അല്ലാഹുവിന്റെ കോപവുമാണ് ഉണ്ടാവുക. ആർക്ക്? അല്ലാഹു നൽകിയിട്ടുള്ള ഹിദായത്തിന്റെ മാർഗം അവലംബിക്കാതെ ജീവിക്കുന്നവരായ ആളുകൾക്ക് വരാൻ പോകുന്ന അവസ്ഥ അതായിരിക്കും. അതിനെക്കുറിച്ചാണ് അമ്പിയാക്കന്മാര് താക്കീത് നൽകിയിട്ടുള്ളത്. വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ്, ആ അമ്പിയാക്കന്മാരോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവേദ ഗ്രന്ഥങ്ങളെയും ഇറക്കിക്കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇറക്കിക്കൊടുത്തത്? ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി, മനുഷ്യ സമൂഹം ഏതൊരു കാര്യത്തിലാണോ ഭിന്ന വിഷയത്തിലായി പോയിട്ടുള്ളത്, ആ ഭിന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ നിയമമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. ഉന്നതമായ ജീവിതത്തിൽ, മരണാനന്തര ജീവിതത്തിൽ മനുഷ്യന് രക്ഷ കിട്ടണം എന്നുണ്ട് എങ്കിൽ ഈ മാർഗം അവലംബിക്കണം. പ്രവാചകന്മാരുടെ മാർഗം അവലംബിക്കണം. പ്രവാചകന്മാരുടെ മാതൃക ഉൾക്കൊള്ളണം. അതേപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ടുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കണം മനുഷ്യന്റെ സകലമായ കാര്യങ്ങളും അവർ നിർവഹിക്കേണ്ടതായിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി നിലക്കപ്പെട്ടു. ഇനി ഒരു പ്രവാചകന്റെ ആഗമനം പ്രതീക്ഷിക്കാവതല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജീവിക്കുന്നവരായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവലംബിക്കേണ്ട മാർഗം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് വേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ മുന്നോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആധുനിക കാലഘട്ടത്തിൽ കൂടുതൽ പുരോഗതിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗതിയെല്ലാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം ഭൗതിക വിഷയങ്ങൾ മാത്രമാണ്. എന്നാൽ സ്വർഗം കിട്ടണമെങ്കിൽ, അള്ളാഹുവിന്റെ ശാശ്വതമായ സമാധാനവും തൃപ്തിയും കിട്ടണമെങ്കിൽ ഒരാൾ തിരിച്ചു നടക്കേണ്ടതുണ്ട്. എങ്ങോട്ടാണ് തിരിച്ചു നടക്കേണ്ടത്? 14 നൂറ്റാണ്ട് പിന്നിൽ ജീവിച്ചു പോയിട്ടുള്ള മഹത്തുക്കളുടെ ജീവിത മാതൃകയിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക പിൻപറ്റിക്കൊണ്ടുള്ള ജീവിക്കേണ്ടതുണ്ട്. ആ 2 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാകാൻ പാടില്ല. ആ വിശുദ്ധ ഖുർആന്റെയും പ്രവാചകചര്യകളുടെയും വ്യാഖ്യാനങ്ങൾ നൽകുവാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ടവരായ ആളുകൾ 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയ സഹാബത്തിലൂടെ ആയിരിക്കണം. ആ സഹാബത്തിന്റെ മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് വേണം ദീൻ ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ലോകത്ത് ആകമാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാണ് സലഫിയത്തിന്റെ സന്ദേശം. എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്? 14 നൂറ്റാണ്ട് മുമ്പ് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഉത്തമ തലമുറകൾ ജീവിച്ച കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചവരായ ആളുകൾ എങ്ങനെയൊക്കെയാണോ ദീൻ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ളതെങ്കിൽ
ആ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇരുണ്ട കാലഘട്ടമായിരിക്കാം. പക്ഷേ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ മാതൃകയാക്കാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത് അവരെയാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പുരോഗതികളുണ്ട് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല. ഇന്ന് ഈ കാണുന്ന ഈ സംവിധാനങ്ങളൊക്കെ ആധുനിക സംവിധാനങ്ങളാണ്. ഈ ആധുനിക സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തോടെ ജീവിച്ചിട്ടുണ്ട്. അവർ സ്വർഗത്തിലേക്കുള്ള യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ എങ്ങനെ ജീവിച്ചോ അതേപോലെ ഞാൻ ജീവിക്കേണ്ടതുണ്ട് എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വർഗയാത്രയ്ക്ക് തടസ്സമാവുകയില്ല. അതാണ് അയാൾ ചെയ്യേണ്ടതെന്നൊരാൾ തീരുമാനിച്ചാൽ അയാളെക്കുറിച്ച് ഒരു അന്ധവിശ്വാസിയാണെന്ന് പറയാൻ കഴിയുകയില്ല. അതാകുന്നു, ആ ഒരു മാതൃകയിലേക്കാകുന്നു മുസ്ലിം സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ സലഫി പ്രസ്ഥാനം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹും. ഈ സമൂഹത്തിന്റെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ അന്തിമ കാലഘട്ടം, വരാനുള്ള കാലഘട്ടം നന്നാകാൻ പോകുന്നില്ല. ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹും. ഈ സമുദായത്തിന്റെ ആദ്യ നൂറ്റാണ്ട് കാലഘട്ടത്തിലുള്ള മനുഷ്യ സമൂഹം ഏതു നിലക്കാണോ നന്നായിട്ടുള്ളത്, എന്ത് കാര്യം കൊണ്ടാണോ നന്നായിട്ടുള്ളത്, എന്തൊരു ജീവിത രീതി കൊണ്ടാണോ നന്നായിട്ടുള്ളത്, വിശ്വാസ പ്രമാണം കൊണ്ടാണോ നന്നായിട്ടുള്ളത്, ഏത് അഖീദ കൊണ്ടാണോ നന്നായിട്ടുള്ളത്, ഏത് ജീവിത രീതി കൊണ്ടാണോ നന്നായിട്ടുള്ളത്, ആ മാർഗത്തിലേക്ക് തിരിച്ചു പോകലാണ് അന്തിമ സമൂഹത്തിൽ നന്മ വരാനുള്ള മാർഗമെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ പറയുകയുണ്ടായി. ഈ മാർഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. രക്ഷപ്പെടുന്ന സുരക്ഷിതമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകൾക്ക് ആദിമ കാലഘട്ടം മുതൽ തന്നെ പറഞ്ഞു പോന്നിട്ടുള്ള പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന പേര്. ഞാനിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തിരൂരങ്ങാടി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ്. കേരളത്തിൽ ഈ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ആശയത്തെ കലർപ്പില്ലാതെ പ്രബോധനം ചെയ്യുകയും അതിനുവേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ഒന്നാമത്തെ പ്രദേശമാകുന്നു ഈ തിരൂരങ്ങാടി എന്ന് പറയുന്ന പ്രദേശം. ഇവിടെ നിന്നാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് ഒരുപക്ഷെ തിരൂരങ്ങാടി പ്രദേശത്ത് ജീവിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അത് നമ്മൾ അറിയേണ്ട ഒരു ചരിത്രമാകുന്നു. മഹാനായ KM മൗലവി എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ റഹിമഹുല്ലാ ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. 1930 കാലഘട്ടങ്ങളിലാണ് ഇവിടെ യഥാർത്ഥമായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയവും അഖീദയും മൻഹജും അനുസരിച്ചുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. അഥവാ കേരളത്തിൽ തന്നെ ഇതപര്യന്തം എന്ന് പറയാവുന്ന വിധത്തിൽ ആ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് KM മൗലവി റഹിമഹുല്ല ആയിരുന്നു. അന്ന് ഇവിടെ പ്രത്യേകമായ ഒരു സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി. ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാകുന്നു അത്. KM മൗലവി ഏതാനും ആളുകൾ അടങ്ങുന്ന ഒരു മുബല്ലിഗ് സംഘത്തെ ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് പ്രബോധനം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുകയും ശിക്ഷണം നൽകി വളർത്തുകയും ചെയ്യുകയുണ്ടായി. ആ കൂട്ടത്തിൽ പ്രമുഖനായ ഒരാളാണ് KKM ജമാലുദ്ദീൻ മൗലവി. അതുപോലെ തന്നെ KM മൗലവിയുടെ ശിഷ്യനായിരുന്ന K ഉമർ മൗലവി റഹിമഹുല്ല. അതുപോലെ തന്നെ തൃപ്പനച്ചിക്കാരനായ ഉണ്ണി മൊയ്തീൻകുട്ടി മൗലവി എന്ന് പറയുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ. ഇങ്ങനെ 4 ആളുകൾ അടങ്ങുന്ന ഒരു പ്രബോധക സംഘത്തെ KM മൗലവി ഇവിടെ വളർത്തിയെടുക്കുകയും ആ പ്രബോധക സംഘമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള കവലകളിൽ തോറും ആളുകൾക്ക് ഉത്ബോധനം നൽകുകയും ഇസ്ലാമിന്റെ ശരിയായ വെളിച്ചവും അഖീദയും മൻഹജും ജനസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ സംവിധാനങ്ങളുടെ വിപുലീകൃതമായ സ്വഭാവങ്ങളായിരുന്നു പിന്നീട് കേരളത്തിൽ സംഘടനാ രൂപം പൂണ്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുകയുണ്ടായത്.
50-ലാണ് കേരള നെടുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ജനകീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതിന്റെ നായകസ്ഥാനത്ത് അന്നും ഉണ്ടായിരുന്നത് KM മൗലവി റഹിമഹുള്ള ആയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിപുലമായ പ്രബോധന പ്രവർത്തന സംവിധാനങ്ങൾക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിക്കപ്പെട്ട പ്രദേശമാകുന്നു ഈ തിരുരങ്ങാടി എന്ന് പറയുന്നത്. അതിന്റെ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അനിഷേധ്യമായ ഒരു സത്യമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിൽ യഥാർത്ഥ ദീനിന്റെ അവകാശികളെ ഉണ്ടാക്കുന്നതിനു വേണ്ടി യഥാർത്ഥ സലഫി മൻഹജും അതുപോലെ തന്നെ അഖീദയും ജനസമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും അവരെ സമുദ്ധരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ മാത്രമായിരുന്നില്ല KM മൗലവി റഹിമഹുള്ളയുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങി നിന്നിരുന്നത്. മറിച്ച് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരുപാട് കക്ഷിത്വങ്ങളുടെയും ഒരുപാട് പ്രസ്ഥാനങ്ങളുടെയും ബാഹുല്യത്തിനിടയിൽ ജീവിക്കുന്നവരാകുന്നു നമ്മൾ. അന്ന് ആ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്നത് പോലെ പ്രസ്ഥാനങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക സമൂഹം മാത്രമായിരുന്നു അന്ന് പ്രബോധകന്മാരുടെ മുമ്പിലുണ്ടായിരുന്നത്. അവിടെ വാക്കും വഴക്കും ഭക്ഷാണവും കുറവായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള വികാസത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാകുന്നു അവരൊക്കെ. ആ കൂട്ടത്തിൽ എണ്ണിപ്പറയേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ ജന്മം എന്ന് പറയുന്നത്. ഇനി വേറെ ഒരെണ്ണം ഉണ്ടോ ബാങ്ക്? വേറെ ഒരെണ്ണം ബാങ്ക് ഉണ്ടോ? ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങളിൽ അതിനുള്ള പങ്കിനെ സംബന്ധിച്ചാൽ KM മൗലവി റഹിമഹുള്ള മതപരമായ കാര്യങ്ങൾക്കപ്പുറത്ത് മുസ്ലിം സമൂഹത്തിന്റെ നാനോന്മുഖ പുരോഗതി എങ്ങനെ സാധ്യമാക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഗാഢമായി ആലോചിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അദ്ദേഹം ജന്മം നൽകിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പൊതുജീവിതം നയിച്ചിരുന്ന KM മൗലവി ഖിലാഫത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു. കാലാന്തരത്തിൽ കോൺഗ്രസുമായി അകലുകയും മുസ്ലിം സമൂഹത്തിന്റെ ഇജ്ജത്ത് നിലനിർത്താൻ നല്ലത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായി രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉണ്ടാകലാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1906 സർവേന്ത്യാ മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് തിരൂരങ്ങാടിയിൽ ആദ്യമായി രൂപീകരിക്കുന്നത് KM മൗലവിയാണ് എന്ന കാര്യം ഈ ചരിത്ര സത്യം അറിയുന്ന എത്ര തിരൂരങ്ങാടിക്കാരുണ്ടാകും എന്ന് ഞാൻ ചോദിക്കുകയായി. മുസ്ലിം ലീഗിന്റെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ രൂപീകരിക്കുന്നത് KM മൗലവിയാണ്. ആ യൂണിറ്റിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നത് KM മൗലവി റഹിമഹുള്ളയായിരുന്നു. ആ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല, അദ്ദേഹത്തിന്റെ ശിഷ്യനായ K. ഉമർ മൗലവിയായിരുന്നു എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ വിശ്വസിക്കുമോ? ഏതെങ്കിലും മുസ്ലിം ലീഗുകാരൻ വിശ്വസിക്കുമോ? അങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ ഇവിടെ കെട്ടിപ്പടുക്കുന്നത്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ പ്രധാന പ്രദേശങ്ങളായ കേരളത്തിലെ പ്രധാന മുസ്ലിം കേന്ദ്രങ്ങളായ 3 സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ യൂണിറ്റ് രൂപീകരിച്ചതിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് KM മൗലവിയായിരുന്നു. അതിൽ രണ്ടാമത്തെ യൂണിറ്റ്
തലശ്ശേരിയിലേതായിരുന്നു. ആ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു ഇത് ചെയ്തിരുന്നത്. മൂന്നാമത് യൂണിറ്റ് രൂപീകരിക്കുന്നത് കോഴിക്കോട്ട് വെച്ചാണ്. കോഴിക്കോട് ടൗൺ യൂണിറ്റിലും അത് രൂപീകരിക്കുന്ന കാര്യത്തിലും അന്ന് KM മൗലവി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വടവൃക്ഷം എത്രമാത്രം വലുതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇതൊരു രാഷ്ട്രീയ വിഷയം എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി യത്നിച്ചിട്ടുള്ള ഒരു മഹാപ്രതിഭയെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള KM മൗലവി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എല്ലാ കാര്യങ്ങളുടെയും നാന്തി കുറിക്കപ്പെട്ടത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിലൂടെയാണ്. ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. ഞാൻ ഈ ചരിത്രത്തെ തിരുരങ്ങാടിയിൽ തുറന്നു വെക്കാനുള്ള ഒരു കാരണമുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലഘട്ടം എന്ന് പറയുന്നത് കുറേയേറെ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്താതിരിക്കുകയില്ല. ഒരുപാട് ഭിന്നതകളുടെയും വിഭാഗീയതകളുടെയും ഭാണ്ഡക്കെട്ടുകൾ അയക്കപ്പെടുകയും അത് ഒരുപാട് പ്രതിസന്ധികൾ മുസ്ലിം സമൂഹത്തിനകത്തും മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. എന്താണ് ആ ഉത്തരം? ഞാൻ ആദ്യമേ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യത്തിന്റെ അപര്യാപ്തത ഇവിടെ സംഭവിച്ചു എന്നതാണ്. യഥാർത്ഥ ശുദ്ധമായ സലഫിയത്തിലേക്ക് അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന നേർപാതയിൽ നിന്ന് വ്യതിചലിച്ചു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഇവിടെ വെച്ച് ആഹ്വാനം ചെയ്യുവാനുള്ളത് KM മൗലവിയെ മുജാഹിദ് പ്രസ്ഥാനം പുനർവായിക്കേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ്. KM മൗലവിയുടെ ജീവിതത്തെയും സന്ദേശത്തെയും സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. KM മൗലവി എഴുതി പ്രചരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വീണ്ടും വായിക്കേണ്ടതുണ്ട്. KM മൗലവി നൽകിയിട്ടുള്ള ഫത്വകൾ വീണ്ടും വായിക്കേണ്ടതുണ്ട്. അങ്ങനെ വായിച്ചാൽ മനസ്സിലാകുന്ന ചില സംഗതിയുണ്ട്. എന്താണത്? ഇന്ന് ഈ കാലഘട്ടത്തിൽ ഹദീസ് നിഷേധ പ്രവണതകളും അതേപോലെ തന്നെ അഖ്ലാനിയത്തിന്റെ ചിന്തകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിഞ്ഞു കയറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ KM മൗലവി റഹിമഹുല്ല പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആശയം ഏതായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് KM മൗലവിയുടെ കൃതികളും ഫത്വകളും പുനർവായിക്കേണ്ടതുണ്ട്. അത് ചെയ്തേക്ക്, സാരമില്ല. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? പ്രബോധനം ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആള് മുജാഹിദ് പ്രസ്ഥാനത്തെ മൗലവിയിലൂടെ കടന്നു വന്നിട്ടുള്ള ആ ധാരയുണ്ടല്ലോ, ആ ധാര യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എവിടെയോ കൈമോശം പോയിട്ടുണ്ട് എന്നതാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ വേര് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നാം തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് സംക്ഷിപ്തമായി മനസ്സിലാക്കുവാൻ മാത്രമേ ഈ സമയം ഉതകുകയുള്ളൂ എന്നുള്ളതാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ള വിഷയമാണ്. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും അനുസരിച്ച് അഥവാ ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച സഹാബത്തിന്റെയും താബീങ്ങളുടെയും തബഉ താബീങ്ങളുടെയും ജീവിത മാതൃകയ്ക്ക് വിധേയമായി ഇസ്ലാമിനെ നേരെ ചൊവ്വെ മനസ്സിലാക്കുന്ന സരണിക്കാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത്. ഈ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ പ്രവചനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ആശയത്തെ അതിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഹദീസ് ഞാൻ വായിക്കുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലയതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ
تفرق بنو إسرائيل على 72 ملة وستفترق أمتي على 73 ملة تزيد عليهم ملة كلهم في النار إلا ملة واحدة قالوا يا رسول الله من الملة الواحدة التي تنفلت قال ما أنا عليه وأصحابي എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞത്. അഥവാ ലയതിയന്ന അലാ ഉമ്മത്തി മാ ഖാല ബനി ഇസ്രായേൽ, പൂർവ്വ സമൂഹമായ ബനൂ ഇസ്രായേലികൾക്ക് സംഭവിച്ചതൊക്കെയും എന്റെ ഈ ഉമ്മത്തിലും വരിക തന്നെ ചെയ്യും. എന്താണ് പറഞ്ഞത്? തഫറഖ ബനൂ ഇസ്രായേൽ, ബനൂ ഇസ്രായേലികൾ ഭിന്നിച്ചു പോവുകയുണ്ടായി. അലസനതൈനി വസബഈന മില്ല, അവർ 72 കക്ഷികളായി ഭിന്നിച്ചു. വസതഫ്തരിഖു ഉമ്മതി, എന്റെ ഈ ഉമ്മത്ത് ഭിന്നിക്കാൻ പോവുകയാണ്. അലാ 73 മില്ല, 73 കക്ഷികളായിക്കൊണ്ട്. തസീദു അലൈഹിം മില്ല, പൂർവ്വ സമൂഹത്തേക്കാൾ ഒരു മില്ലത്ത് അധികം എന്റെ സമുദായത്തിനകത്തുണ്ടാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിന്റെ അവകാശികളാണ്. ഇല്ല മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്ത് ഒഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, മനിൽ മില്ലത്തുൽ വാഹിദ അല്ലതി തൻഫലിത്, ഈ രക്ഷപ്പെട്ടു പോകുന്ന സുരക്ഷിതമായിട്ടുള്ള മില്ലത്ത് ഏതാകുന്നു പ്രവാചകരെ? ഖാല, അപ്പൊ റസൂല് പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവോ ആ നിലപാടിൽ ഉള്ളവരാരോ അവരാകുന്നു വിജയിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന വിഭാഗം എന്ന് നബി പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിലുണ്ട്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലാണോ ഉള്ളത് ആ നിലപാട് അംഗീകരിക്കുന്നവരാകുന്നു വിജയിക്കുന്ന കക്ഷി എന്ന്. അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, കുല്ലുഹാ ഫിന്നാർ, അവയൊക്കെയും നരകത്തിന്റെ അവകാശികളാണ്. ഇല്ല വാഹിദ, ഒരു വിഭാഗം ഒഴികെ. വഹിയ അൽ ജമാഅ, ആ വിജയിക്കുന്ന കക്ഷി എന്ന് പറഞ്ഞാൽ ആ ജമാഅത്താകുന്നു. ഏത് ജമാഅത്ത്? എല്ലാ ആളുകളും കൂടിയുണ്ടാകുന്ന, കാലഘട്ടത്തിനനുസരിച്ച് കൂട്ടായ്മയുണ്ടാകുന്ന ജമാഅത്തുകളല്ല. അൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആ ജമാഅത്താകുന്നു. ആ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ കേട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും മനുഷ്യ സമൂഹത്തിന് മാതൃകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്ത വിഭാഗമാകുന്നു. ലിതകൂനൂ ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ എന്ന് സഹാബത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർ നിങ്ങൾക്ക് മാതൃകയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹാബത്തിനെ കുറിച്ചാണ് അൽ ജമാഅ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മാതൃക. അപ്പോൾ ഇഫ്തിറാഖാത്തുകൾ മുസ്ലിം സമൂഹത്തിലുണ്ടാകും. അതൊരുപാട് കക്ഷിത്വങ്ങൾ ഇവിടെ ഉണ്ടാകും. ആ കാര്യത്തിൽ തർക്കവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള കാര്യമാകുന്നു. അപ്പൊ ഈ ഇഫ്തിറാഖാത്തുകൾ ഉണ്ടാകുമ്പോ, ഈ ഭിന്നതകൾ ഉണ്ടാകുമ്പോ, ചിത്രതകൾ ഉണ്ടാകുമ്പോ മുസ്ലിം സമൂഹത്തിന്റെ നിലപാട് എന്തായിരിക്കണം എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാതൃക അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ, ഏത് തരത്തിലുള്ള ഇഖ്തിലാഫാത്തുകൾ ഉണ്ട് എങ്കിലും ആ ഇഖ്തിലാഫാത്തുകളുടെ മർജ്, മടക്കസ്ഥാനം സഹാബത്താണ് എങ്കിൽ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടോ? ആ കാലത്ത് ഇന്ന് പറയുന്ന ഈ ഭിന്നതയ്ക്ക് വിഷയമായ കാര്യങ്ങൾ അന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് നിലപാടാകുന്നു സഹാബത്ത് സ്വീകരിച്ചിരുന്നത് എന്ന പരിശോധന നടത്തുകയാണ് എങ്കിൽ ഒരു ഭിന്നതയ്ക്കും നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ആശയത്തെ സംബന്ധിച്ച് അത് ഒരു കക്ഷിത്വത്തിന്റെ നാമ ആണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ആധുനിക കാലഘട്ടത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന അവകാശം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സലഫികളാണ് എന്ന അവകാശം പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗപ്രവേശനം ചെയ്യാറുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ഒരു കക്ഷിത്വത്തിന്റെ പേരല്ല. ആ കാലഘട്ടത്തിൽ, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ, ഫിത്നകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ചേരാ നിലപാട് സ്വീകരിച്ചവരാണ്. ആദ്യ കാലഘട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയാണ് ഖലീഫയാക്കേണ്ടത് എന്ന ആശയമുള്ളവരായ ആൾക്കാർ ഉസ്മാനിയാക്കളായി. അതല്ല, അലി റളിയല്ലാഹു അൻഹുവിനാണ് ഖിലാഫത്ത് കിട്ടേണ്ടത്, ഉസ്മാന് അവകാശപ്പെട്ടതല്ല
എന്ന് ഭാവിച്ചവരായ ആൾക്കാർ ഹിയത്തു അലി എന്ന് പറഞ്ഞ് കക്ഷിത്വമുണ്ടാക്കി. പക്ഷേ അന്ന് കേവലം രാഷ്ട്രീയമായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള കക്ഷിത്വമായിരുന്നു അത്. ആ കക്ഷിത്വത്തിൽ പങ്കുചേരാതിരിക്കുകയും മധ്യമമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്കായിരുന്നു ആ കാലഘട്ടത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് അവർ സ്വയം സ്വീകരിച്ചിരുന്നത്. എന്നാൽ കാലാന്തരത്തിൽ വീണ്ടും മാറ്റങ്ങളുണ്ടായി. കക്ഷിത്വങ്ങളും വിഭാഗീയതകളും രാഷ്ട്രീയമായ ആവശ്യങ്ങളിന് അപ്പുറത്തേക്ക് സൈദ്ധാന്തികമായ പരിവേഷങ്ങൾ ചേരാൻ തുടങ്ങി. അത് ആദർശ രൂപങ്ങളായി രൂപം പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കക്ഷികൾ മുസ്ലിം സമൂഹത്തിലുണ്ടായി. ആ കക്ഷികളുടെ പേരുകളാണ് ഒന്നാമത്തെ ഷിയ്യത്ത്, ഷിയാക്കൾ എന്ന് പറയുന്ന കക്ഷി. അതേപോലെ തന്നെ ഖവാരിജികൾ എന്ന് പറയുന്ന വേറൊരു കക്ഷി, മുഅ്തസിലികൾ എന്ന് പറയുന്ന വേറൊരു കക്ഷി, മുർജിയ എന്ന് പറയുന്ന വേറൊരു കക്ഷി, ജബരിയ എന്ന് പറയുന്ന വേറൊരു കക്ഷി, ഖദരിയ എന്ന് പറയുന്ന വേറൊരു കക്ഷി. ഇങ്ങനെ നിരവധി കക്ഷികൾ രൂപാന്തരപ്പെട്ടു. ഈ കക്ഷികളെ സംബന്ധിച്ചാണ് വിദേഹത്തിന്റെ ആളുകൾ എന്ന് അഹ്ലുസുന്ന പറയുന്നത്, അഥവാ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഈ പറയുന്ന ആശയങ്ങൾ, ശീഇയ്യത്തിന്റെ ആശയങ്ങൾ, അതുപോലെ ഖവാരിജിന്റെ ആശയങ്ങൾ, മുഅ്തസിലിന്റെ ആശയങ്ങൾ, മുർജിയയുടെ ആശയങ്ങൾ, ഇതൊക്കെ ആധുനിക ആ കാലഘട്ടത്തിൽ പുതുതായി ഉണ്ടായിട്ടുള്ള വിദേഹത്തിന്റെ കക്ഷികളുടെ പേരുകളാണ്. അവർ കേവലം പേരുകൾ മാത്രമായിരുന്നില്ല, ആ പേരുകൾക്കനുസരിച്ച് ഒരുപാട് ആദർശങ്ങൾ അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ വിദേഹത്തിന്റെ കക്ഷികൾ അല്ലാത്തവരായ, അത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രത്യേകമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഉലമാക്കന്മാർ ഈ പറഞ്ഞിട്ടുള്ള കക്ഷികളെല്ലാം വലാലത്തിന്റെ കക്ഷികൾ എന്ന പേരിൽ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഈ വലാലത്തിന്റെ കക്ഷികളല്ലാത്ത, ഈ തിന്മയുടെ വക്താക്കളല്ലാത്ത, യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് പിന്നീട് പറയപ്പെട്ട, അതായത് ആദ്യ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായപ്പോ ചേരാ നയം സ്വീകരിച്ച ആളുകൾക്ക് അഹ്ലുസുന്ന എന്ന് പറഞ്ഞു. പിന്നീട് ഇതുപോലെയുള്ള ചിദ്രയുടെ കക്ഷികൾ രൂപാന്തരപ്പെട്ടപ്പോ ആ അഹ്ലുൽ ബിദ്അത്തി വൽ വലാല, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നതിന് പകരം അതിന് നേരെ ഓപ്പോസിറ്റായി വരുന്ന വാക്കാണ് അഹ്ലുൽ ബിദ്അത്തി വൽ വലാല. ഈ പറയുന്ന അഹ്ലുൽ ബിദ്അത്തിന്റെയും വലാലത്തിന്റെയും കക്ഷികൾ അല്ലാത്ത ആളുകൾക്ക് യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തവരായ, അതിനുവേണ്ടി പ്രവർത്തിച്ചവരായ ആളുകൾക്ക് പിന്നീട് പറഞ്ഞ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നത്. പിന്നീട് കാലം കഴിഞ്ഞപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അബ്ബാസിയാക്കളുടെ കാലം വന്നപ്പോൾ പുതിയ ഫിത്നകൾ ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ടു. ആ ഫിത്ന എന്ന് പറഞ്ഞാൽ അറേബ്യൻ നാടുകളിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള തത്വശാസ്ത്രങ്ങൾ കടന്നുകൂടുകയും ഖലീഫ മഹ്മൂദിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഫിലോസഫികൾ കടന്നുകൂടി, ഗ്രീസിലുള്ള ഫിലോസഫികൾ കടന്നുകൂടി, അതൊക്കെയും അറബിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അവിടെ സങ്കര സംസ്കാരം മുളപെട്ടുകയും ചെയ്തു. ഇസ്ലാമിക സമൂഹത്തിന് അന്യമായ, വിശുദ്ധ ഖുർആൻ അന്യമായ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് അന്യമായ ആശയങ്ങൾ കടന്നുകൂടുകയുണ്ടായി. അത് മനുഷ്യന്റെ വിശ്വാസത്തെ സ്വാധീനിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെ അത് സ്വാധീനിച്ചു. അങ്ങനെയാണ് ഇസ്ലാമിക സമൂഹത്തിന് പരിചയമില്ലാത്ത പല കാര്യങ്ങളും വിശ്വാസ കാര്യങ്ങളിലേക്ക് കടന്നു വന്നത്. അപ്പൊ ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള ഒരാശയമാണ് വഹദത്തുൽ വജൂദ് എന്ന് പറയുന്ന ആശയം. വഹദത്തുൽ വജൂദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിലെ ആശയം അദ്വൈത സിദ്ധാന്തം എന്നാണ്. അതൊരു ദൈവശാസ്ത്രത്തിന്റെ സിദ്ധാന്തമാണ്. നീ എന്നൊന്ന് വേറെയില്ല, ഞാനെന്നൊന്ന് വേറെയില്ല, നമ്മൾ രണ്ടുപേരും ദൈവമാകുന്നു എന്ന് പറയുന്ന ആശയമാകുന്നു അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള ശങ്കരാചാര്യന്മാരുടെ ആശയമാണ്. ആ ആശയം ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആശയമായി കാലാന്തരത്തിൽ കടന്നു വരികയുണ്ടായി. അതിന് പറയുന്ന പേരാണ് വഹദത്തുൽ വജൂദ് എന്ന് പറയുന്ന ആശയം. നീ എന്നൊന്നും ഒന്ന് പറയില്ല,
ഞാനെന്നൊന്നും വേറെയില്ല, നമ്മൾ രണ്ടും ഒന്നാണ്. അള്ള എന്നൊന്നില്ല, സൃഷ്ടി എന്നൊന്നും വേറെയില്ല. അള്ള എന്നും അതൊക്കെ ഏകമായ അസ്തിത്വത്തിന്റെ അവകാശികളാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇസ്ലാമികമായി അവതരിപ്പിക്കപ്പെട്ടു. അതാണ് ഫിത്ന എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന സൂഫി ചിന്താഗതിക്കാരാണ് ഈ വഹദത്തുൽ വജൂദ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇസ്ലാമിന്റെ പേരിലാണ് അവതരിപ്പിക്കുന്നത്. അതെവിടെ നിന്ന് വന്നതാ? ഇസ്ലാമിന്റെ തനിമയായ സത്തിൽ നിന്ന് വന്നതല്ല. ഇസ്ലാമിലേക്ക് കുടിയേറിയിട്ടുള്ള ആശയങ്ങളുടെ ഭാഗമായി വന്നതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരാൾ ധ്യാനത്തിലൂടെയും തപസ്സിലൂടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനം എത്തുന്നത് അഹം ബ്രഹ്മസ്മി, ഞാനാകുന്നു ബ്രഹ്മം, ഞാനാകുന്നു ദൈവം എന്ന മർത്തബയിലേക്കാണ് എത്തുക. അത് അദ്വൈതത്തിലൂടെ പോയാൽ എത്തുന്ന മർത്തബയാണ്. ഇതേ ആശയം തന്നെയാണ് സൂഫിസത്തിന്റെ പേരിൽ ഇസ്ലാമികവൽക്കരിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആശയം. ആനൽ ഹഖ്, ഞാനാകുന്നു ഹഖ്, ഞാനാകുന്നു അല്ലാഹ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഫിത്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അന്യമായ ഇസ്ലാമിന്റെ ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ജീവിച്ച സമൂഹത്തിനൊന്നും പരിചയമില്ലാത്ത പുതിയ പുതിയ ആശയങ്ങൾ വിശ്വാസ കാര്യങ്ങളിൽ പോലും കടന്നുകൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത സംഘത്തിന് പറഞ്ഞിട്ടുള്ള, അവർ സ്വയം സ്വീകരിച്ചിട്ടുള്ള നാമമായിരുന്നു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന പേര്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നുകൂടുകയും ഇസ്ലാമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോ കേരളീയ സമൂഹത്തിൽ, കേരളീയ മുസ്ലിം സമൂഹത്തിൽ ദീനായും വിശ്വാസപരമായും ആചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു വരുന്ന ഏത് പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഈ തരം ഫിത്നകളിലേക്കാണ്. നിങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നവരായ ആളുകൾ കൊണ്ടു നടക്കുന്ന അഖീദകളും വിശ്വാസങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും പലതും കടന്നു വന്നിട്ടുള്ളത് ശീഈയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും അഹ്ലുസുന്നയുടെ തനിയായ കാര്യമാകുന്നു, അത് ഇസ്ലാമിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയമാകുന്നു എന്ന നിലയിലാണ് പൊതുവെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങള്, ആഘോഷങ്ങളൊക്കെ അവിടെ സംഘടിപ്പിച്ചു വരുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് എവിടെ നിന്നുണ്ടായതാണ്? ഈ പാരമ്പര്യം കേരളീയ മുസ്ലിമീങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില ചരിത്രങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. കേരളത്തിൽ ആദ്യമായി പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൂരം നടക്കുന്നത്, അഥവാ നേർച്ച എന്ന് പറയുന്ന ഏർപ്പാട് നടക്കുന്നത് കാഞ്ഞിരമറ്റത്തെ ഫരീദ ഔലിയയുടെ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന് ചരിത്രം പറയുന്നു. ആ കാലഘട്ടത്തിൽ വെളിയങ്കോട് ഉമർ ഖാലിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ആറ്റക്കോയത്തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ കാര്യത്തിന് നഖശികാന്തം എതിർത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ തന്നെ കേരളീയ പാരമ്പര്യം അവകാശപ്പെടുന്നവരായ സമസ്തക്കാര് സാധാരണ പറയാറുള്ളത് പൊന്നാനി പാരമ്പര്യത്തിന് അവകാശികളാണ് ഞങ്ങൾ പിന്നെ മഖ്ദൂമി പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പക്ഷേ മഖ്ദൂമിൻ പാരമ്പര്യത്തിലുള്ള ഒരൊറ്റ പണ്ഡിതന്റെയും ഖബറിടം കെട്ടിപ്പൊക്കിയതായി കാണാൻ കഴിയുകയില്ല. അതിനുശേഷമുള്ള ആളുകൾ ഉണ്ടാക്കിയതാണ് പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ. അപ്പോ ഈ പറയുന്ന ആശയങ്ങളൊന്നും ഇസ്ലാമികമല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാകുന്നു. ലാ തജഅൽ ഖബരി വസനൻ യുഅബദ, എന്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. ലാ തജഅൽ ഖബരി ഈദാ, എന്റെ ഖബറിടത്തെ ആഘോഷ സ്ഥലമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാകുന്നു അഹ്ലുസുന്നയുടെ അനുഷ്ഠാന രീതി എന്ന നിലയിൽ കേരളത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് യാതൊരു തെളിവുമില്ല, മദ്ഹബിന്റെ ഇമാമികളുടെ തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബർ വഅൻ യുഖാദ അലൈഹി വഅൻ യുബ്ന അലൈഹി, ഖബറിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നത് വിലക്കി, ഖബറ് കുമ്മായമിടുന്നതിന് വിലക്കി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലൊന്നും ആ സമ്പ്രദായം ഇസ്ലാമിക ലോകത്ത് കാണാൻ കഴിയുകയില്ല. മാത്രമല്ല ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞു, വലം അറ
ഖുദൂറൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ, അൻസാരികളുടെയും മുഹാജിറുകളുടെയും കബറിടങ്ങൾ കുമ്മായ വിട്ടതായി ഞാൻ കണ്ടിട്ടില്ല, അതൊരു ശിബിറിന് പോലെ പൊക്കിയതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇമാം ഷാഫി പറയുന്നു. ഈ കാലഘട്ടത്തിലൊന്നും ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത ആശയമാകുന്നു യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പേരിൽ ആ കുപ്പായത്തിൽ വരുന്നവരായ ആളുകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ, അവരുടെ അഖീദ എന്ന പേരിൽ, അവരുടെ അനുഷ്ഠാനം എന്ന പേരിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതേത് വിഷയങ്ങളിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷിയഈയത്തിന്റെ പാരമ്പര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഷിയഈയത്തിന്റെ പാരമ്പര്യം അത് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആത്മീയ നേതാക്കന്മാർ എന്ന് പറയുന്ന ആശയം ഇറാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇറാനിലെ ആത്മീയ നേതാക്കന്മാർക്ക് പറയുന്ന പേര് ആയാത്തുള്ള റൂഹുള്ള എന്നാണ്. അള്ളാഹുവിന്റെ ആത്മാവാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ആ നിലയിൽ പൗരോഹിത്യം വളർത്തിയവരായ ആളുകളാണ് യഥാർത്ഥത്തിൽ ഷിയഈയത്തിന്റെ ആളുകൾ. അതേ പറയുന്ന ആശയങ്ങൾ തന്നെ അഹ്ലുസുന്ന എന്ന് പറയുന്നവരായ ആളുകളും ഭേദഗതിയില്ലാതെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം പഠന വിധേയമാക്കുകയും അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പൂർവിക കാലഘട്ടത്തിൽ തെളിവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ പിഴച്ചുപോയി എന്ന് പറയുന്ന കക്ഷികളെ നമ്മൾ തള്ളുന്നതിന് പകരം ആ പറയുന്ന ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് നമ്മുടെ കൊണ്ടോട്ടി പാരമ്പര്യത്തിൽ നിന്നാണ് എന്ന് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ള, ബോംബെയിലെ കല്യാൺ സ്വദേശിയായിരുന്ന മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരാൾ ബോംബെയിൽ നിന്ന് വരികയും അദ്ദേഹം കൊണ്ടോട്ടിയിൽ വന്ന് താമസമാക്കുകയും ചെയ്തു. ആ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്ന പാരമ്പര്യം. ആ പാരമ്പര്യക്കാർ അന്ന് കേരളത്തിൽ അത് കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് മുഹറം ആഘോഷം നടത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇവിടെ നടപ്പാക്കിയിട്ടുള്ളതും സത്യത്തിൽ കൊണ്ടോട്ടി കൈക്കാരെന്ന് പറയുന്ന പാരമ്പര്യക്കാരാണ്. ആ കാലഘട്ടത്തിൽ പൊന്നാനിക്കാർ, ഈ കൊണ്ടോട്ടി പാരമ്പര്യക്കാർക്ക് എതിരെ പൊന്നാനി കൈക്കാരെന്ന് പറയുന്ന വേറൊരു വിഭാഗക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കൊണ്ടോട്ടി പാരമ്പര്യത്തിനെതിരെ ശക്തമായി എതിർക്കുകയും അവസാനം കൊണ്ടോട്ടി തങ്ങൾ പാരമ്പര്യം നാമാവശേഷമാക്കുകയും ചെയ്തതിന് ശേഷം സംഭവിച്ചത്, ഈ എതിർത്തവരായ ആളുകൾ, അഹ്ലുസുന്നയ്ക്ക് വേണ്ടി വാദിച്ചവരായ ആളുകൾ ഈ പാരമ്പര്യത്തെ പിന്നീട് കൊണ്ടുവരികയും നാട്ടിലാകെ കബറിടങ്ങൾ കേന്ദ്രീകരിക്കുകയും പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കബറിടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന നവീന രീതിയിലേക്ക് പിന്നെ സമൂഹത്തെ കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഖബർ പൂജാ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന് ഒരു മാതൃകയുമില്ല. കേരളത്തിലെ പൗരാണിക പണ്ഡിതന്മാർക്കൊന്നും, ഏറ്റവും പറയുകയാണെങ്കിൽ മമ്പുറം തങ്ങൾ പോലും അതിനെ അംഗീകരിച്ച ആളല്ല. ഇത് പറയുന്ന ആശയത്തെ എതിർത്തിട്ടുള്ള ആളാണ്. ഈ കാഞ്ഞിരമറ്റത്ത് ഈ ഉറൂസ് കൊണ്ടുവന്ന സമയത്ത് എതിർത്ത ആളുടെ കൂട്ടത്തിൽ ഒന്ന് മമ്പുറം തങ്ങളുണ്ട്. അങ്ങനെയുള്ള മമ്പുറം തങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ജാറം പിന്നീട് ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അഹ്ലുസുന്ന എന്ന് പറയുകയും അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഇസ്ലാമിക സമൂഹത്തിന്റെ അവിഭാജ്യമായ ഘടകമായി പിന്നീട് ഉൾച്ചേർന്ന് വരികയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അഹ്ലുസുന്നയെ പറ്റി പറഞ്ഞാൽ പോരാ, അഹ്ലുസുന്നയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളുടെ ദുസ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ അഖീദ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗം ദീർഘമായി വിശദീകരിക്കുന്നില്ല. അടുത്തൊരു വശം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ യഥാർത്ഥത്തിൽ സലഫി ആദർശക്കാർ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് വലിഞ്ഞു കയറിയിട്ടുള്ള ഈ പറയുന്ന വിദേഹത്തിന്റെ ആശയക്കാരുടെ ആശയങ്ങൾ ഏത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ വലാലത്തിന്റെ കക്ഷി എന്നതിനെയും മൂന്നാമതായി ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കൂട്ടരാണ് ഖവാരിജ് എന്ന് പറയുന്ന കൂട്ടര്. അതിനുശേഷമുണ്ടായവനാണ് മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന കൂട്ടർ. രണ്ടും പിഴച്ച വിശ്വാസത്തിന്റെ അഹ്ലുസുന്നയിൽ നിന്നും പുറത്തുപോയിട്ടുള്ള നവീന ആചാരത്തിന്റെ ബിദ്അത്തിന്റെ ആളുകളാകുന്നു. ഈ ബിദ്അത്തിന്റെ ആളുകൾക്കുള്ളൊരു സ്വഭാവമുണ്ട്. എന്താ ബിദ്അത്തിന്റെ ആളുകൾ സ്വഭാവം? അവർ ആദ്യമായി ഒരു ആശയം സൃഷ്ടിച്ചെടുക്കും.
ഒരാശയം ആദ്യമായി അവരുണ്ടാക്കുന്നു. ഈ ആശയം ഉണ്ടാക്കിയതിനു ശേഷം ആ ആശയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ തെരഞ്ഞു നടക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി തെളിവുകൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടാൽ പിന്നീട് അവർ ചെയ്യുന്ന പണി തെളിവുകളെ നിഷ്കരണം തള്ളുക, അല്ലെങ്കിൽ തെളിവുകളെ ദുർവ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന രീതിയാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളോട് പ്രതിബദ്ധതയും സ്നേഹവുമുള്ളവരായ ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അതേപോലെ അംഗീകരിക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഈ മുഅ്തസിലിയാക്കളുടെയും ഖവാരിജികളുടെയും ആശയം അതേപോലെ പകർത്തുന്ന രീതി ഇന്ന് സലഫികൾ എന്ന് പറയുന്നവരായ ആളുകളുടെ ജീവിത രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. മുഅ്തസിലിയാക്കളെ പരിചയപ്പെടുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സിഫത്തുകളില്ല, സിഫത്തുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിച്ച പിഴച്ചവാദം പറഞ്ഞവരാകുന്നു മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന കൂട്ടർ. അപ്പൊ സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന് കലാമുണ്ട് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കല്ലമല്ലാഹു മൂസാ തക്ലീമ, അല്ലാഹു തആല മൂസാ നബിയോട് സംസാരിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ എന്ന് മുഅ്തസിലിയാക്കളോട് അഹ്ലുസുന്നയുടെ ആളുകൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, കല്ലമല്ലാഹു മൂസാ തക്ലീമ എന്നല്ല വേണ്ടത്, കല്ലമല്ലാഹ മൂസാ തക്ലീമ എന്നാണ് ആയത്തിൽ വേണ്ടത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കല്ലമല്ലാഹ, അള്ളാഹുവിനോട് സംസാരിച്ചു മൂസാ നബി അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് ചെയ്തത്, അള്ളാഹു മൂസാ നബിയോട് സംസാരിക്കുകയല്ല ചെയ്തത് എന്ന് പറയുമ്പോ മുഅ്തസിലിയാക്കളുടെ ആശയത്തെ അവിടെ സ്ഥാപിക്കാൻ. അപ്പൊ മുഅ്തസിലിയാക്കളുടെ ആശയത്തെ അള്ളാഹുവിന് കലാം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന ആശയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഖുർആനെ അവർ കോട്ടിമാറ്റുകയാണ് ചെയ്തത്. അപ്പോ അഹ്ലുസുന്നക്കാർ വീണ്ടും തിരിച്ചു ചോദിച്ചു, മൂസാ നബിയെ സംബന്ധിച്ച് വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കല്ലമഹു റബ്ബുഹു, അല്ലാഹു തആല അദ്ദേഹത്തോട് സംസാരിച്ചു. അത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അഹ്ലുസുന്നത്തിന്റെ ആളുകൾ ചോദിച്ചപ്പോ അവർക്ക് മറുപടി പറയാനുണ്ടായില്ല. അപ്പൊ ഈ പറയുന്ന ഈ കോലത്തിലാകുന്നു ബുദ്ധിപരമായും യുക്തിപരമായും ഇസ്ലാമിനെ ദർശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്കുണ്ടാകുന്ന വിപത്ത്. ഇസ്ലാമിന്റെ അഖീദയെ, ഇസ്ലാമിന്റെ ജീവിത രീതിയെ, അതിന്റെ തത്വസംഹിതകളെ തള്ളുകയും പ്രമാണങ്ങളെ ഭത്സിക്കുകയും ചെയ്യുന്ന രീതി ഇസ്ലാമിക ലോകത്തിലേക്ക് കടത്തിക്കൂട്ടി വന്നിട്ടുള്ളത് ഈ ഖവാരിജികളുടെയും മുഅ്തസിലികളുടെയും സ്വഭാവത്തിൽ നിന്നാണ്. അവരാണ് ഖബറാഹാദ് തെളിവിന് കൊള്ളാത്തതാണ്, അഖീദത്ത് പറ്റാത്തതാണ്, അമലിന് യോജിക്കാത്തതാണ് എന്ന ആശയം കൊണ്ടുവന്നത് റവാഫിദിയാക്കളാണ്, ഖവാരിജിയാക്കളാണ്, മുഅ്തസിലിയാക്കളാണ്. ഈ ആശയം അതേപോലെ തന്നെ അഹ്ലുസുന്ന വൽ ജമാ എന്ന് പറയുന്നവരും അതേപോലെ തന്നെ ഞങ്ങൾ യഥാർത്ഥ സലഫിയ്യത്തിന്റെ അവകാശികളാണ് എന്ന് പറയുന്നവരായ ആളുകളും അതേപോലെ പകർത്തിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾക്കിന്ന് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഒരൊറ്റക്കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ശിർക്കിനെ വിശദീകരിക്കുന്നതിനുമുണ്ട് പഴയകാലം മുതൽ തന്നെ കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാർ അതിന് നിർവചനം പറയുകയുണ്ടായി. ഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ നിലയിൽ മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ഗുണദോഷങ്ങൾ വരുത്താൻ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുക. ഇതാണ് നമ്മൾ ശിർക്കിന് നിർവചനം പറഞ്ഞിട്ടുള്ളത്. ഈ നിർവചനത്തെ തെറ്റായി മനസ്സിലാക്കിയവരായ ആളുകൾ എന്ത് ചെയ്തു? നമ്മളെ കുറെ ആളുകൾ ഇപ്പോ സിഹ്ർ എന്ന് പറയുന്നത് ഫലിക്കുകയില്ല എന്ന് പറയുന്നവരായിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണേൽക്കുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവരായ ആളുകളുണ്ട്. അപ്പം ഇമാം ബുഖാരിയുടെ ഹദീസ് തള്ളേണ്ടി വരുന്നു. അൽ ഐനു ഹഖ്ഖുൻ, ഐന് എന്നത് യാഥാർത്ഥ്യമാണ്, കണ്ണേൽക്കുക എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അത് ഇമാം ബുഖാരിയുടെ സഹീഹിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷേ കണ്ണേൽക്കുന്നത് എങ്ങനെയാ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിന്റെ കാര്യകാരണ ബന്ധം എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഒരു സൃഷ്ടിക്ക് മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി തീരുകയില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കണ്ണേൽക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി തീരേണ്ടതല്ലേ എന്ന വ്യാഖ്യാനത്തിലേക്ക് പോയി. അതേപോലെ തന്നെ ഒരാള് ഏതെങ്കിലും ഒരു മുട്ടത്തോടിനകത്ത് എന്തോ ഇസ്മിന്റെ പണി ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് ദോഷകരമായി ബാധിക്കുക? അതിന്റെ കാര്യകാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട്, ഇതിന്റെ കാര്യകാരണ ബന്ധം ബോധ്യപ്പെടാത്തത് കൊണ്ട് അതൊക്കെ അഭൗതികമാണ് എന്നും ആ വിശ്വാസം
അത് പിന്നെ അദൃശ്യമായ വിശ്വാസമാണ്, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിശ്വാസമാണ്. അങ്ങനെ വിശ്വസിക്കുക എന്നത് അങ്ങനെയുള്ളൊരു വിശ്വാസം ഇതിൽ അടങ്ങിയതുകൊണ്ട് സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കായി തീരുന്നു എന്ന ആശയം പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട 7 മഹാഭാവങ്ങളിൽ രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയിട്ടുള്ള സിഹ്ർ, അതിന് സംഭവ്യതയില്ല, അത് അസംഭവ്യമായ കാര്യമാണ്, അങ്ങനെ വിശ്വസിക്കുന്നത് തന്നെ ശിർക്കിന്റെ വിശ്വാസമാണ് എന്ന ആശയം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നവരായ ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഈ ഖവാരിജിയാക്കളുടെ യുക്തിവാദം, അതേപോലെ തന്നെ മുഅ്തസിലിയാക്കളുടെ യുക്തിവാദം കൊണ്ടുവരികയാകുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാശയത്തെ നേരെ നിർത്തുന്നതിനു വേണ്ടി പ്രമാണങ്ങളെ തേടിപ്പോവുകയും ആ പ്രമാണങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ ആ പ്രമാണങ്ങളെ തള്ളുകയും ചെയ്യുന്ന പ്രവണത ഇവിടെയുണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള 70ഓളം ഹദീസുകൾ ദുർബലമാണ് എന്ന ആശയം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും നിരക്കാത്തതാണ് അവിടെ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അത് നമുക്ക് അസ്വീകാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് സമൂഹം എത്തിപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ അഹ്ലുസുന്നയുടെ ആളുകളാണ് എന്ന് പറയുന്നവർ അഹ്ലുൽ ബിദ്അയുടെ പെരുമാറ്റങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശിയഈയത്തിന്റെ ആശയങ്ങൾ അഹ്ലുസുന്നയിലേക്ക് കടന്നു വരുന്നു. അതേപോലെ തന്നെ ഖവാരിജിയാക്കളുടെയും മുഅ്തസിലിയാക്കളുടെയും പിഴച്ച ആശയങ്ങളും ധാരണകളും ഇസ്ലാമിക സമൂഹത്തിലേക്ക് അത് സലഫിയ്യത്തിന്റെ ഭാഗമാണ് എന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷയുടെ മാർഗം ഒന്ന് മാത്രമേയുള്ളൂ. യുക്തിപരമായിട്ടല്ല യുക്തിപരമായിട്ടല്ല ഇസ്ലാമിനെ നമ്മൾ ദർശിക്കേണ്ടത്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല ഇസ്ലാമിനെ നമ്മൾ ദർശിക്കേണ്ടത്. ഏതൊരു കാര്യത്തിലും പൂർവികന്മാരായ സലഫികൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയിട്ടുള്ള സഹാബത്തുൽ കിറാം ഈ വിഷയത്തിലൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും പ്രമാണങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിലകൊള്ളുകയും ചെയ്യുക എന്നതിന് പറയുന്ന പേരാണ് സലഫിയത്ത് എന്നത്. അഥവാ അതിനു മുമ്പ് പറഞ്ഞിരുന്ന പേര് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ആശയം പ്രതിനിധാനം ചെയ്യുന്ന ആശയം അതാകുന്നു. ഇതിലേക്കാകുന്നു യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചു പോകേണ്ടത്. അവിടേക്കാണ് സലഫികൾ മനുഷ്യ സമൂഹത്തെ തിരിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക സമൂഹത്തിന്റെ വളപ്പുകളിലേക്കല്ല, നമ്മൾ നവോത്ഥാനത്തിന്റെ വക്താക്കളായി ചമയുകയല്ല. ഇവിടെ ആകപ്പാട് ഈ അഖ്ലാനി ചിന്ത പ്രചരിപ്പിക്കുന്നവരായ ആളുകൾ പ്രധാനമായും ഇന്ന് ഉയർത്തിക്കാണിക്കുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാനത്തിന്റെ പ്രസ്ഥാനമാണ് എന്ന് പരിചയപ്പെടുത്തലാണ്. സത്യത്തിൽ ഈ പറയുന്ന ആശയങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു കുറുക്കു വഴിയാകുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളൊരു നവോത്ഥാന പ്രസ്ഥാനമാണ് എന്നുള്ള പറ്റം. നവോത്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നീ പറഞ്ഞതിനർത്ഥമല്ല. ഒരുപാട് നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാനങ്ങൾ എങ്ങനെ ഉണ്ടായി? നമ്മൾ സാധാരണ ഉയർത്തി പറയാറുണ്ട്. എന്താണ് ഉയർത്തി പറയുന്നത്? പെണ്ണുങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തെ, സ്ത്രീകൾക്കുള്ള ആരാധനാ സൗകര്യത്തെ പ്രോത്സാഹിപ്പിച്ചത്, അത് വളർത്തിയത് ഞങ്ങളാണ്. മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ഞങ്ങളാണ്. മലയാളം ആരിനെഴുത്താണെന്ന് പറഞ്ഞിരുന്ന സമൂഹത്തെ മലയാളം പഠിപ്പിച്ചത് ഞങ്ങളാണ്. ഇംഗ്ലീഷ് നരകത്തിന്റെ ഭാഷയാണ് എന്ന് പറഞ്ഞവരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് ഞങ്ങളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഈ നാട്ടിലെ നവോത്ഥാനത്തിന്റെ അവകാശികൾ. ശരിയാണ്, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. അതിനൊക്കെ നവോത്ഥാനം എന്ന് തന്നെ നമുക്ക് പേര് പറയുന്നതിനും വിരോധമല്ല. പക്ഷേ ഈ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിച്ചത്. പിന്നെ എന്താ അവിടെ ചെയ്തത്? കെ എം മൗലവി ചെയ്തത് എന്താ? യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. ഇവിടെ ജീവിച്ചിരുന്ന ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ എന്താ വിശ്വസിച്ചത്? ഇതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ്. മലയാളം പഠിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്, നരകത്ത് പോകുന്ന കാര്യമാണ്. ഇംഗ്ലീഷ് പഠിക്കുന്നത് നരകത്തിൽ പോകുന്ന കാര്യമാണ്. സ്ത്രീ ജുമാ ജമാഅത്തുകൾ പങ്കെടുക്കുന്നത് നരകത്തിൽ പോകുന്ന കാര്യമാണ്. അതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ അല്ല, അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് അതിന് അവകാശമുണ്ട്,
സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാം, ആണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിക്കാം, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ഏത് വിജ്ഞാനവും സ്വീകരിക്കാം, അതൊന്നും മതത്തിന്റെ വിലക്കുള്ള കാര്യമല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ ബോധ്യപ്പെടുത്തിയപ്പോ ആളുകൾക്ക് തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവുണ്ടായപ്പോ ആളുകൾ പഠിക്കാൻ തുടങ്ങി, ആളുകൾ വികസിക്കാൻ തുടങ്ങി. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് അങ്ങേയറ്റം പിന്തിരിപ്പന്മാര് എന്ന് മുജാഹിദുകൾ പറഞ്ഞിരുന്ന ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരുപാട് അക്ഷീണ പരിശ്രമങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിസ്തർക്കമാണ്. പക്ഷേ അതല്ല നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ ലക്ഷ്യമല്ല. അത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ സഞ്ചരിപ്പിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ബൈ പ്രൊഡക്റ്റുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ ദഅവത്ത്, യഥാർത്ഥ ഇസ്ലാമിക ദഅവത്ത്, യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് വഴി ജനസമൂഹത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാനത്തിന്റെ ഫലമായി, ചിന്തയുടെ ഫലമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാകുന്നു ഇത്. യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട മാറ്റം അതല്ല. എന്താണ് മാറ്റം? യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയുന്ന, ഇസ്ലാമനുസരിച്ച് ജീവിക്കുന്ന, പരലോകരക്ഷ ലഭ്യമാകുന്ന സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട നവോത്ഥാനം. അസിലിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. പക്ഷേ അസിലിലേക്ക് തിരിച്ചു പോകാൻ ശ്രമം ആര് നടത്തുന്നുണ്ടോ അവിടെയൊക്കെ സെലഫികൾ എന്ന് പറയുന്നവരായ ആളുകൾ, നവോത്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ പാരപണിതുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ ഇസ്ലാമിന്റെ ചര്യയായ താടി വളർത്തുന്നതായി കണ്ടാൽ താടി കാണുമ്പോഴേക്കും പേടി തോന്നുന്നവർ കുറെ മുജാഹിദുകളെ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലുണ്ടായ നവോത്ഥാനത്തിന്റെ ബാക്കിപത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതല്ല ഇസ്ലാം. ഇതിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ പാരത്രികമായ ജീവിതത്തെ അവന് മോക്ഷം കൈവരാൻ ആവശ്യമായ തരത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ യത്നങ്ങൾ നമ്മൾ മുഴുകുക. അതിനുവേണ്ടി നമ്മൾ പിന്നോട്ട് പോവുക. അതിന് മാതൃക നമ്മൾ സഹാബത്തിലൂടെ കാണുക. പൂർവ്വ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വസൂരികളുടെ ജീവിത മാതൃകയിലൂടെ നമ്മൾ നോക്കിക്കാണുക. അതനുസരിച്ച് യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയുടെ സരണിയിൽ നമ്മൾ പ്രവേശിക്കുക. യഥാർത്ഥ സലഫിയത്തിന്റെ മാർഗത്തിൽ നമ്മൾ തെരഞ്ഞെടുക്കുക. അങ്ങനെ തെരഞ്ഞെടുത്താൽ, അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ പാരത്രിക ജീവിതം, ഈ നശ്വരമായ ജീവിതമല്ല പ്രധാനം. പാരത്രികമായ ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാക്കാൻ കഴിയും. അതാണ് നമ്മുടെ മൗലികമായ ലക്ഷ്യം. ഈ പറയുന്ന നവോത്ഥാനവും കാര്യങ്ങളൊക്കെ ദുനിയാവിൽ അസ്തമിച്ചു പോകുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ ഒരു ജീവിത രീതി ശീലിക്കുകയും അതിനാവശ്യമായ അറിവും അതിനാവശ്യമായ ഊർജവും നമ്മൾ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം സമൂഹം ചെയ്യേണ്ടത്. ഈ തത്വമാണ്, ഈ ആശയമാണ് സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കാനുള്ള സത്യം. ഇത് ആരോടുമുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിരോധമോ വിദ്വേഷമോ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. 100% നസീഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകുന്നു ഈ പറയുന്ന ആശയങ്ങൾ നമ്മൾ പറയുന്നത്. അത് പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള തെറ്റിദ്ധാരണകളോ വേദനകളോ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച് പരലോകം രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസുലിക ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم صل وسلم على رسولك محمد وعلى آله وصحبه